വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. ഇന്ന് നമ്മൾ ആലു പറാത്ത റെസിപ്പിയാണ് കാണുവാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഇതിനായിട്ട് ബറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കാം. ഇതിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് അതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെള്ളുള്ളി മിക്സ് ഒരു 1/2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. ഇവ ചേർത്ത് യോജിപ്പിക്കാം. ഒരു 1/2 ടീസ്പൂൺ വെജ് മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം. ഇതിലേക്ക് പൊട്ടാറ്റോ മാഷ് ചെയ്തത് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കൊത്തമല്ലി, കറിവേപ്പില ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് മിക്സ് ചെയ്യാം. സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. നമുക്കിനി മാവ് റെഡിയാക്കി പരത്തിയെടുക്കാം. മാവ് 6 ബോൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സും 6 ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ചപ്പാത്തി പരത്തി സ്റ്റഫ് ചെയ്ത് എടുക്കാം. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് കൈകൊണ്ട് പതുക്കെ പ്രസ് ചെയ്തിട്ട് വളരെ ജെൻറ്റിലായിട്ട് പരത്തണം.
പരത്തിയെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. രണ്ട് സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നും എടുക്കാം. ഇങ്ങനെ എല്ലാ ചപ്പാത്തിയും വേവിച്ചെടുക്കാം. വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ്.